അഡ്വക്കേറ്റ് പ്രേമരാജൻ, CPM നേതാവ് പി ഹരീന്ദ്രൻ ഇങ്ങനെ ഒരു പരാമർശം നടത്താനുള്ള സാഹചര്യം എന്താണ്? ഒരുപക്ഷെ കേസിനെ കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരിക്കാം. മാത്രമല്ല, ഇത് യാദൃച്ഛികമായി പറഞ്ഞതല്ല. ഹരീന്ദ്രൻ പിന്നീട് പറഞ്ഞു ഇത് വളച്ചൊടിച്ചതാണ് മാധ്യമങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കാനൊക്കെ ശ്രമം നടത്തി. പക്ഷേ നോക്കൂ, നേരത്തെ RV ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇദ്ദേഹത്തെ നമ്മുടെ പത്മരാജൻ മാഷെ അകത്താക്കുന്നതിൽ CPM വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് തന്നെ ഒരു ഉദാഹരണം, മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ BP ശശീന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും KK ശൈലജ ടീച്ചർ ഈ കേസ് അന്വേഷണത്തിൽ ഇടപെട്ടു എന്നുള്ളത്. മാത്രമല്ല, അന്ന് മന്ത്രിയായ സമയത്ത് ശൈലജ ടീച്ചർ ഈ പ്രോസിക്യൂട്ടറോട് പറയുകയും ചെയ്തു, അവരോട് ആലോചിച്ച ശേഷം മാത്രമേ കുറ്റപത്രം നൽകാനാവൂ എന്ന്. അതുകൊണ്ട് CPMന് ഇതിൽ നിന്നൊന്നും കൈയൊഴിയാൻ പറ്റില്ല. CPM ഈ നേതാവ് പറഞ്ഞ വർഗീയ ശക്തികളായിട്ടുള്ള SDP-യുമായും അതുപോലെ മുസ്ലിം ലീഗുമായും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊക്കെ കൈകോർത്ത് തന്നെയാണ് ഇങ്ങനെയൊരു കേസ് കെട്ടിച്ചമച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു പശ്ചാത്തലം എന്താണ്? ഹരീന്ദ്രൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കാരണം ഞാൻ അതിനു മുമ്പായിട്ട് ഞാൻ ആദ്യമായിട്ട് തുടങ്ങാം. ശ്രീ റഹീം ചെമ്മനാട് എന്ന് പറഞ്ഞ റിട്ടയർഡ് DSPയുടെ ഒരു വിശുദ്ധ ഖുറാനിലെ ഒരു വചനങ്ങൾ അദ്ദേഹം പറഞ്ഞു. ആദ്യം പറഞ്ഞു, ശിക്ഷിക്കപ്പെട്ട പ്രതി ഒരു സമുദായത്തിന് മൊത്തം വെറുക്കപ്പെട്ടതായിരിക്കാം, എന്നിരുന്നാലും നിരപരാധിയാണെങ്കിൽ അയാൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ആ മതവിഭാഗത്തിന്റെ തന്നെ വിശുദ്ധ വേദഗ്രന്ഥം ഉത്ബോധിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള വിദ്വേഷം നീതി പാലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത്. നീതി പാലിക്കുക, അതാണ് തഖവയോട് ഏറ്റവും അടുത്തത്. അല്ലാഹുവിനെ സൂക്ഷിക്കുക, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 5:8. ഞാൻ ഈ വാക്കുകൾ ഉദ്ധരിക്കാൻ കാരണം, ഇതര മതവിശ്വാസിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കേരള പോലീസ് സർവീസിലെ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടത് ആണ് ഈ ചർച്ചയ്ക്ക് മൊത്തത്തിൽ വഴിതെളിച്ചിരിക്കുന്നത്. കാരണം ഈ കേസിൽ ഇപ്പം അനിൽജി പറഞ്ഞു, ഈ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ BP ശശീന്ദ്രൻ. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് എടുത്തു പറയാം. കാരണം 14/7/2020 തീയതി ഈ കേസിൽ ആദ്യ കുറ്റപത്രം അന്നത്തെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ശ്രീ മധുസൂദനൻ നായർ കോടതി മുമ്പാകെ സമർപ്പിച്ച സമയത്ത് തങ്ങളോട് ആലോചിക്കാതെ കുറ്റപത്രം കൊടുത്തു എന്ന് പറഞ്ഞ് അവരെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് അപ്രകാരം ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതുപോലെ ശൈലജ ടീച്ചർ അന്നത്തെ MLA മന്ത്രിയായിരുന്നു. എന്നോട് ആലോചിക്കാതെ, എന്റെ നിർദ്ദേശമില്ലാതെ ഇനി ഒരു അന്വേഷണം അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകരുത് എന്ന് ശൈലജ ടീച്ചറുടെ തിട്ടൂര ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് 22/7/2020 ബഹുമാനപ്പെട്ട തലശ്ശേരി പോക്സോ കോടതി മുമ്പാകെ ശ്രീ BP ശശീന്ദ്രൻ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു ഹർജി നൽകി. ഈ കേസിൽ കോടതി മേൽനോട്ടത്തിൽ തുടരന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ എക്സിബിറ്റ് P63 രേഖയായി ഞാൻ മാർക്ക് ചെയ്തിരുന്നു. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് വേണം എന്ന് പറഞ്ഞ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ IPS ഓഫീസറെ ഈ കേസിന്റെ ഭാഗമായി ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഒരു ക്ലോസ് എന്ന് പറയുന്നത്, ഈ യുടെ മൊഴി ഇലക്ട്രോണിക് മീൻസ് വഴി, ഓഡിയോ വീഡിയോ വഴി റെക്കോർഡ് ചെയ്യണം. കാരണം ഈ മൊഴി എടുത്തത് പലപ്പോഴും മൊഴി എടുത്തതിനെതിരെ വിക്ടിം hue and cry, there was a hue and cry from the side of victim against the investigation carried out by the local police. In order to avoid some issues, the statement of the victim is to be taken through the electronic means via audio and video. ഇതായിരുന്നു പെറ്റീഷന്റെ ഒരു ക്രക്സ്, ഒരു റിക്വസ്റ്റ്. രണ്ടാമത്, CBCID ought to have recorded the statement of the victim by an expert senior lady IPS officer. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ, കോടതിയുടെ ഉത്തരവ് പ്രകാരം വനിതാ IPS ഓഫീസർ ഈ സർക്കാരിന്റെ ഈ പോലീസ് ടീമിൽ ഉൾപ്പെടുത്തുകയും ഈ കേസിൽ അതിജീവിതയുടെ ഈ കേസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ടീമുമായി ബന്ധപ്പെട്ട് അവർ കുട്ടിയുടെ മൊഴിയെടുക്കാനും സാഹചര്യം ഉണ്ടായത്. അവരെടുത്ത, അതായത് ഈ ക്രൈംബ്രാഞ്ച്, ഞാൻ ഒരു കാര്യം പറയാം, ഈ ലോക്കൽ പോലീസ് ആകെ 2 പ്രാവശ്യം 3 പ്രാവശ്യമാണ് കുട്ടിയുടെ മൊഴി എടുത്തിരിക്കുന്നത്.
ഒന്ന് 18-ാം തീയതി, പിന്നെ ഒന്ന് 30-ാം തീയതി. 30-ാം തീയതി മൊഴിയെടുത്തിരിക്കുന്നത് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ശ്രീ ഫായിസ് അലി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. കാരണം ഈ ഫായിസ് അലിക്ക് എന്താണ് പത്മരാജനോടുള്ള താല്പര്യം, ഒന്ന് അത് പറയാം. അതിനുശേഷം ഏപ്രിൽ 15-ന് ശേഷം അന്വേഷണ സംഘം മാറിയതിനു ശേഷം ഈ ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ അടങ്ങുന്ന സംഘം ഒരു തവണ മാത്രമാണ് 14/7/2020 മാത്രമാണ് ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14/7/2020 വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർ സുധ അവരാണ് ഈ അതിജീവിതയുടെ ഏക മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ അടുത്തത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ട് ഈ കേസിന്റെ അന്വേഷണ സംഘത്തിൽ ശൈലജ ടീച്ചറുടെ അടക്കം നിർദ്ദേശപ്രകാരം ഉൾപ്പെടുത്തിയ വനിതാ IPS ഓഫീസർ മൊഴിയെടുക്കുന്നതിന് മുമ്പായി ഒരേ ഒരു മൊഴി മാത്രമാണ് ഈ വനിതാ SI രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അവർ ഓഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. കാരണം ആ ഓഡിയോ റെക്കോർഡിങ് ചെയ്യാൻ കാരണം തന്റെ മുൻപ് എടുത്ത മൊഴികൾ ഈ കുട്ടി നിഷേധിക്കുന്നു എന്നുള്ളത് കൊണ്ടും ആ മൊഴികൾ എടുത്തിട്ടില്ല എന്ന് ആക്ഷേപിക്കുന്നുള്ളത് കൊണ്ടുമാണ്. ആ വനിതാ സബ് ഇൻസ്പെക്ടർ സുധ രേഖപ്പെടുത്തിയ മൊഴി ഓഡിയോ റെക്കോർഡിംഗ് വഴി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ. അതിനുശേഷം വനിതാ IPS ഓഫീസർ 27/7/2020 കുട്ടിയുടെ ആദ്യ മൊഴി എടുക്കുമ്പോൾ 4 മൊഴികളാണ് അവരെടുത്തത്. ആ മൊഴി എടുക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതെ, തലശ്ശേരി പോക്സോ കോടതിയിൽ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, കോടതിയിൽ പ്രകാരം ഉള്ള മോണിറ്ററിംഗിന്റെ അടിസ്ഥാനത്തിൽ 4 സ്റ്റേറ്റ്മെന്റ് എടുക്കുകയായിരുന്നു ഈ കേസിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരമല്ല ശ്രീമതി രീഷ്മ രമേശൻ IPS ഈ അതിജീവിതയുടെ 4 മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോടതിയുടെ കൃത്യമായ നിർദ്ദേശപ്രകാരവും കോടതിയുടെ മേൽനോട്ട പ്രകാരവുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കോടതിയുടെ മേൽനോട്ട പ്രകാരം എടുത്ത ആ 4 മൊഴികളാണ് ഇപ്പോൾ കോടതി തള്ളിക്കളയുന്നത്. ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മൊഴിയെടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു കോടതിയുടെ മോണിറ്റർ ചെയ്ത മൊഴി, ഉദ്യോഗസ്ഥർ മോണിറ്റർ ചെയ്ത മൊഴി. അങ്ങനെ ആ 4 മൊഴികൾ അവർ രേഖപ്പെടുത്തുന്നത് എല്ലാം ഓഡിയോ വീഡിയോ വഴി റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അവരോട് ക്രോസ് എക്സാമിനേഷൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്തത് എന്താണ് കാരണം? അവർ പറഞ്ഞു, അതിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ പ്രകാരം മൊഴി നൽകിയിട്ടില്ല എന്ന് ആരോപിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തത്. ആ ഓഡിയോ റെക്കോർഡ് ചെയ്തത് കോടതിയിൽ എന്താണ് ഹാജരാക്കാൻ കാരണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ പല മൊഴികൾ ലോക്കൽ പോലീസ് എടുത്ത സമയത്ത് പല മൊഴികളും എടുത്തിട്ടില്ല, ഞാൻ പറയാത്ത കാര്യങ്ങൾ എഴുതി വെച്ചു എന്നുള്ള ആരോപണം കുട്ടിയുടെ വീട്ടുകാർ ഉന്നയിക്കുന്നു, അതുകൊണ്ടാണ് ഓഡിയോ റെക്കോർഡ് ചെയ്ത് കോടതിക്ക് അയച്ചതെന്ന് പറയുന്നു. ഇതാണ് ആ കേസിലെ ഇൻവെസ്റ്റിഗേഷന്റെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ CPM അടക്കമുള്ള, ലീഗ് അടക്കമുള്ള, SDPI അടക്കമുള്ള, ജമായത്തെ ഇസ്ലാമി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ അന്വേഷണം ആരായിക്കഴിഞ്ഞാലും രോഗി മരിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഓപ്പറേഷൻ ടേബിളിൽ കിടന്ന രോഗി മരിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു, അയാളെ ശിക്ഷിക്കണം എന്ന് മാത്രമായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇപ്പോൾ നടത്തുന്ന ചക്കുളത്തി പോര് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ നിരപരാധിയായ ഒരാളെ ഞങ്ങളാണ് കള്ളക്കേസ്, അതെ, നിരപരാധിയായ ഒരാളെ ഞങ്ങൾ കള്ളത്തെളിവ് ഉണ്ടാക്കിയിട്ടാണ് ജയിലിലടിച്ചത് എന്ന് CPM-ഉം, അല്ല ഞങ്ങളാണ് എന്ന് SDPI-യും, അല്ല ഞങ്ങളാണ് അത് ചെയ്തത് എന്ന് മുസ്ലിം ലീഗും, പിന്നെ അവിടുത്തെ മത തീവ്രവാദ സംഘടനകളും എല്ലാം കൂടി ഒന്നിച്ച് പരസ്പരം ഇതിനു വേണ്ടിയിട്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അതിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പാനൂർ പോലെയുള്ള ഒരു സ്ഥലത്തിന്റെ പ്രത്യേക സാഹചര്യം ഞാൻ പറയാം. ഈ കടവത്തൂർ എന്ന സ്ഥലം നാദാപുരത്തിനു അടുത്ത് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നാദാപുരം നിങ്ങൾക്കറിയാം, ധാരാളം കമ്മ്യൂണൽ വയലൻസ്, അക്രമങ്ങൾ ഇതും നടന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈന്തുള്ളതിൽ പിന്നു കൊല്ലപ്പെട്ട സ്ഥലമാണ്. ബലാത്സംഗം ചെയ്യപ്പെടാതെ ഞാൻ ചെയ്തു എന്ന് ലീഗ് നേതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് ആ പിന്നു എന്ന CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സ്ഥലമാണ് ഈ നാദാപുരം. ഇതിനോട് കനകമല, തീവ്രവാദ കേസുകൾ നടന്ന സ്ഥലത്തിന്റെ അടുത്താണ് ഈ കനകമല, അതിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ കടവത്തൂരും അതിനുള്ള പരിസര സ്ഥലമാണ്. ഇവിടെ ഈ അധോലോക മാഫിയകൾ, അതായത് സ്വർണ്ണക്കടത്ത്, അതുപോലെ മറ്റുള്ള ഈ അണ്ടർവേൾഡ് ഇടപാടുകൾ, ഇതിനൊക്കെ മറയാക്കുന്നത് ഈ മതവും പള്ളിയും ഈ തീവ്രവാദവും ഒക്കെയാണ്. അങ്ങനെ ഈ ഒരു പ്രത്യേക സ്ഥലത്ത്
ഇത്തരം ഒരു പൈശാചികമായ രീതിയിലുള്ള പ്രചരണം നടത്തി ഒരു അധ്യാപകനെ കേസിൽ കുടുക്കിയിട്ട് അതിന്റെ ക്രെഡിറ്റ് പരസ്പരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ കാണുന്നത്. അത് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, പിന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ. ശ്രീ ഹരീന്ദ്രൻ പറഞ്ഞത് സത്യമാണ്. കാരണം ഹരീന്ദ്രൻ പറയാൻ കാരണം, ഹരീന്ദ്രൻ അവിടെ പോയി കഴിഞ്ഞാൽ, ആ പരിസരത്ത് പോയി കഴിഞ്ഞാൽ, നാദാപുരത്ത് പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെ പിന്നെ ലീഗ്, മറ്റേ ഹിന്ദു എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ RSS ഒന്നും ഇല്ല. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തുള്ള രീതി അതാണ്. കാസർഗോഡ് പോയാൽ കാണുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണൽ ഇഷ്യൂ വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത് കമ്മ്യൂണലായി കെട്ടിച്ചമച്ചതാണ് എന്ന്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടും കമ്മ്യൂണലായി മോട്ടിവേറ്റഡ് ആയിട്ടും ചെയ്തതാണെന്ന് മറ്റൊരു DYSP ശ്രീ അബ്ദുറഹീം സാർ, അദ്ദേഹത്തിന് എന്താണ് ഇതിൽ താല്പര്യം? അദ്ദേഹത്തിന് ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കുന്നത് അഡ്വക്കേറ്റ് പ്രേമരാജ്, ഈ റഹീമ അന്വേഷിക്കുന്നു, അതിന് മേൽനോട്ടം വഹിച്ചത് മൊയ്തീൻ കുട്ടി അല്ലേ, ക്രൈംബ്രാഞ്ചിന്റെ അന്നത്തെ SP? മൊയ്തീൻ കുട്ടി, അതെ, ക്രൈംബ്രാഞ്ച് കോഴിക്കോട്, അന്ന് വയനാടിന്റെ SP ചാർജ് ഉണ്ടായിരുന്ന ശ്രീ മൊയ്തീൻ കുട്ടിയാണ്. അദ്ദേഹമാണ് ADGP ക്രൈംബ്രാഞ്ചിന്റെ ഉത്തരവ് പ്രകാരം ഈ അബ്ദുറഹീം MA എന്ന ഉദ്യോഗസ്ഥനെ ഇത് ഏൽപ്പിക്കുന്നത്. കാരണം ഇവർക്ക് എന്തിനാണ് പത്മനാഭനോട് താല്പര്യം? ഇവർക്ക് എന്താണ് രാഷ്ട്രീയം? ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തിനാണ് ഈ പത്മനാഭനെ രക്ഷിക്കേണ്ടതിനുള്ള പ്രത്യേക താല്പര്യം? ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഈ കേസിലെ ആദ്യ സംഭവസ്ഥലം, അതായത് യഥാർത്ഥ സംഭവസ്ഥലം അതിജീവിത അടുത്ത ദിവസം 17-ാം തീയതിയാണ് പരാതി നൽകുന്നത്. പരാതിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അന്ന്, അതായത് ആ പ്രദേശത്ത് മത്സരിച്ചിരുന്ന SDPIയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആയിഷ എന്നുള്ള ഒരു സ്ത്രീയാണ് ഈ കുട്ടിക്ക് പരാതി എഴുതി കൊടുത്തത് എന്ന് കുട്ടിയുടെ മാമൻ, അതുപോലെ കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു, കോടതി മുമ്പാകെ പറഞ്ഞിരുന്നു. അവരന്ന് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. ഈ പരാതി കുട്ടിയുടെ മാമൻ, ബഹുമാനപ്പെട്ട തലശ്ശേരി അന്നത്തെ DYSP ശ്രീ വേണുഗോപാലിന് പരാതിയായിട്ട്, റിട്ടേൺ ആയിട്ടുള്ള പരാതിയായിട്ട് നൽകിയിരുന്നു. ആ പരാതിയായിരുന്നു ഈ കേസിലെ ആദ്യ FIR. ആ പരാതിയുടെ ഉള്ളടക്കം അന്വേഷണ ഘട്ടത്തിൽ എല്ലാവരും സപ്രസ് ചെയ്തു. യഥാർത്ഥ പരാതി കുട്ടിയുടെ മാമൻ കൊടുത്ത, ആയിഷ കുട്ടിയുടേതെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയായിരുന്നു ഈ കേസിലെ ആദ്യത്തെ മൊഴി. ആ മൊഴിയിൽ ഈ പറഞ്ഞൊന്നും അല്ലായിരുന്നില്ല സത്യം. പോലീസും ആ പരാതിയുടെ ഉള്ളടക്കം സപ്രസ് ചെയ്തു. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന യാതൊരു ആരോപണവും അതിലില്ല. അതാണല്ലോ അത് ഹാജരാക്കാതിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. DYSP പറഞ്ഞു ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഈ പരാതി സപ്രസ് ചെയ്തു, ടോട്ടലായിട്ട് സപ്രസ് ചെയ്തു. അതിനുശേഷമാണ് ചൈൽഡ് ലൈൻ വന്ന് ഈ കുട്ടിയുടെ മൊഴിയെടുക്കുന്നതും വൈകുന്നേരം മൊഴിയെടുക്കുന്നതും. രണ്ടാമത്തെ കാര്യം, അല്ല, അതിലൊരു മാധ്യമപ്രവർത്തകന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഏഷ്യാനെറ്റിന്റെ ഫൈസൽ ബിൻ യൂസഫ് അല്ലേ, ആ മാധ്യമപ്രവർത്തകനാണല്ലോ ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് അല്ലേ, ഞാൻ ഓർക്കുന്നു. അതെ 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 അത് 15/4/2020 തീയതി ഈ അതിജീവിതയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചല്ല, ഈ കുട്ടിയുടെ മാമന്റെ വീട്ടിൽ വെച്ചാണ് ഏഷ്യാനെറ്റ് സംഘവും ഈ ലേഖകനും ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. അതും ഒരു പോക്സോ കേസിൽ. ഈ സമാനമായിട്ട് വടകരയില് CPM നേതാക്കൾക്കെതിരെ ഇതേ ലേഖകൻ പിന്നെ അവിടെ ഒരു കേസെടുത്തു. അതിന് പോലീസ് അയാൾക്കെതിരെ കേസെടുത്തു, ചാനലിനടക്കം കേസെടുത്തൊരു സംഭവം റീസെന്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ അയാളുടെ ഒരു സുഹൃത്തിന്റെ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചത് രീതിയിൽ. അങ്ങനെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന് വലിയൊരു മാനം, കേരളം മുഴുവൻ ഇത് നമ്മള് അറിയപ്പെടാത്ത രീതിയിലുള്ള ഒരു ബലാത്സംഗമാണ്, പീഡനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു മാധ്യമ പ്രചാരണം ആ സമയത്ത് ഈ കേസിനുണ്ടായിരിക്കുന്നത്. രണ്ടാമത്, ഈ കുട്ടി കാണിച്ചു കൊടുത്ത അദ്ദേഹം മിസ്റ്റർ രത്നകുമാർ സാർ ഉണ്ടല്ലോ, അദ്ദേഹം ഈ 10 മാസത്തിന് ശേഷം ഈ പുതിയ ഒരു സംഭവ സ്ഥലം തൊട്ടടുത്ത ബാത്റൂമായിട്ട് ഗണിച്ചു. അത് ആര് കാണിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഈ അതിജീവിതയായ കുട്ടിയെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടില്ല. സ്കൂളിലെ അധ്യാപകനോട്, ഹെഡ് മാസ്റ്റർ ദിനേശൻ മാസ്റ്ററോട് ചോദിച്ചു, ഇത് ഏതാണ് അധ്യാപകർ ഉപയോഗിക്കുന്ന ബാത്റൂം ഏതാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതിന് തൊട്ട് മുമ്പിലുള്ള ബാത്റൂം അധ്യാപകർ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ രത്നകുമാർ അടങ്ങുന്ന പോലീസ് അസോസിയേഷനിലെ CPM അനുകൂല സംഘടനയായ പോലീസ് അസോസിയേഷനിലെ വിനു മോഹൻ, കൃഷ്ണൻ, രമേശൻ, പിന്നെ മറ്റുള്ള ആ ടീമിൽ എല്ലാവരും അസോസിയേഷനിൽ ഉൾപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ ഒരു മാസ്റ്റർ അവർ തയ്യാറാക്കുന്നത്. ആ മാസ്റ്റർ തയ്യാറാക്കിയിട്ടാണ് ആ തുറന്നിട്ടിരിക്കുന്ന ബാത്റൂം,
മാസങ്ങളായി തുറന്നിട്ടിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് ഒരു ടൈല് കഷ്ണം പൊട്ടിച്ചു കൊണ്ടുപോയിട്ടാണ്, ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാത്റൂം പൊട്ടിച്ചിട്ടാണ് അതിൽ രക്തക്കറ ഉണ്ട് ഞാൻ കണ്ടെത്തി എന്ന് അയാള് വ്യാജമായി രേഖയിൽ എഴുതി ചേർക്കുന്നത്, ഉള്ള റിപ്പോർട്ട് കൂടി മറച്ചു വെച്ചുകൊണ്ട്. രണ്ടാമത് രത്നകുമാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കേസിലെ പ്രധാന തെളിവായി, അതായത് കുട്ടിയുടെ ഉമ്മയുടെ മൊബൈൽ ഫോണിന്റെ റെക്കോർഡ്സും അതിലെ റെക്കോർഡ്സ് കൂടാതെ അതിലുള്ള വിഷ്വൽസ്, അതായത് ആദ്യം മുതലേയുള്ള ആരോപണം ബാത്റൂമിൽ വെച്ച് അധ്യാപകൻ പീഡിപ്പിക്കുന്ന സമയത്ത് നഗ്നമായ ഫോട്ടോകൾ എടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മയുടെയും മാഷിന്റെയും മറ്റൊരു അധ്യാപകൻ, സ്കൂളിലെ വേറൊരു അധ്യാപകന്റെയും ക്ലാസ് ടീച്ചറുടെയും മൊബൈൽ ഫോണ് ഈ ലോക്കൽ പോലീസ് ആദ്യം തന്നെ ബന്ദോബസ്തിൽ എടുക്കുന്നത്, ഇമ്മീഡിയറ്റ് വിതിൻ ഡേയ്സ് ബന്ദോബസ്തിൽ എടുക്കുന്നത്. ആ ബന്ദോബസ്തിലെടുത്ത് അതിന്റെ ശാസ്ത്രീയ തെളിവുകൾ വരുന്നത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ആദ്യ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷമാണ്. ആദ്യ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം എന്ന് പറയുന്നത് ശ്രീമതി രീഷ്മ രമേശൻ ആ അതിജീവിതയുടെ മൊഴികൾ രേഖപ്പെടുത്തിയതിന് ശേഷം. കാരണം രീഷ്മ രമേശൻ മൊഴി രേഖപ്പെടുത്തുന്ന 4 മൊഴികളിലും ഈ ബാത്റൂമിൽ വെച്ച് ഫോട്ടോ എടുത്തതായും ആ ഫോട്ടോ ഉമ്മയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തതായും കൂട്ടുകാരിയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്തതായും നഗ്നമായ ഫോട്ടോ ആയിരുന്നു എന്നും മൊഴി നൽകി. പിന്നീട് ഈ 30/8/2020 ഈ റിസൾട്ട് വന്നതിന് ശേഷം അതിൽ അങ്ങനെ ഒരു കണ്ടൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ആ ആരോപണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല. അതായത് ഇദ്ദേഹം പറഞ്ഞത് ഞാൻ അത് പരിശോധിച്ചിട്ടില്ല എന്നാണ് രത്നകുമാർ പറഞ്ഞത്. അതായത് ശാസ്ത്രീയ തെളിവുകൾ ഞാൻ പരിശോധിച്ചിട്ടില്ല, മൊബൈൽ ഫോണിന്റെയും മറ്റുള്ള ശാസ്ത്രീയ തെളിവുകൾ ഞാൻ പരിശോധിച്ചിട്ടില്ല. ഞാൻ ആ ഒരു പോർഷൻ മാത്രം പറയാം. പ്രതിയുടെയും അതിജീവിതയുടെ ഉമ്മയുടെതുമായ മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ റിപ്പോർട്ടുകൾ ഞാൻ പരിശോധിച്ചിട്ടില്ല. കൗൺസിലർമാരുടെയും ക്ലിനിക്കൽ സൈക്കോളജിയുടെ അഭിപ്രായവും ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ആരാ പറയുന്നത്? പക്ഷെ ടി കെ രത്നകുമാർ, കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായ പ്രബുദ്ധതയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ, ശ്രീകണ്ഠപുരത്തെ സ്ഥാനാർത്ഥി, CPM-ന്റെ സ്ഥാനാർത്ഥി. അല്ല, ഈ പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയും പീഡിപ്പിച്ചത് ഹിന്ദുവുമായതാണ്, SDPI-യുടെയും മുസ്ലിം ലീഗിന്റെയും പ്രശ്നം അത് വർഗീയതയാണ് എന്ന് വീറോടെ പറഞ്ഞ സഖാവ് ഹരീന്ദ്രൻ അല്ലേ? ആ ഹരീന്ദ്രൻ ഈ കേസ് അട്ടിമറിക്കുന്നതിൽ ശൈലജ ടീച്ചർ അതുപോലെ രത്നകുമാർ ഇവരൊക്കെ വഹിച്ച പങ്കും പുറത്ത് പറയണ്ടേ? സഖാവിനെ അത്രയും നോവുന്നുണ്ടെങ്കിൽ അല്ലേ, അതുകൂടെ തുറന്നു പറയേണ്ടതല്ലേ? തുറന്നു പറയണം. കാരണം ഈ അധ്യാപകനെ ജയിലിലടക്കാൻ രാഷ്ട്രീയപരമായിട്ട് ഇടതുപക്ഷത്തിന് ആ പ്രദേശത്ത് മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് പരസ്യമായി ഈ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് ഇടതുപക്ഷത്തിന്റെ CPM നേതാക്കളും മറ്റും ചേരുകയും അവർ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇടപെടുകയും ശൈലജ ടീച്ചറോട് ഈ കേസിലെ മാഷെ എന്തായാലും ഉള്ളിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് പ്രോസിക്യൂട്ടർമാരോട് ശൈലജ ടീച്ചർ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നത്. അത് ആ അന്നത്തെ പ്രോസിക്യൂട്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ്. പ്രവർത്തിക്കുന്ന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ഒരു മന്ത്രിയല്ലേ ഇങ്ങനെ അധികാരം ദുരുപയോഗം ചെയ്യുന്നത്? അത് അന്ന് ആ പോക്സോ ചേർത്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയിലെ പ്രോസിക്യൂട്ടർമാരും ഈ ടീച്ചർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഞങ്ങൾ പറയുന്ന രീതിയിലേ ചെയ്യാവൂ എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ക്രെഡിബിലിറ്റിയുള്ള സത്യസന്ധതയുള്ള തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിന്നില്ല. കാരണം നമ്മുടെ റഹീം സാർ പറഞ്ഞതുപോലെ ഇത് പോക്സോ കേസാണ് സാർ, ഇതൊരു തലമുറയെ ബാധിക്കുന്ന ആരോപണങ്ങളാണ്. അടുത്ത ജന്മത്തിൽ ഇദ്ദേഹത്തിന്റെ കുട്ടികൾ, അവന്റെ അടുത്ത കുട്ടികൾ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഒക്കെ എന്താണ് കരുതുക? മറ്റുള്ളവർ പറയുന്നു കുട്ടിയെ ബലാത്സംഗം ചെയ്ത മാഷിന്റെ മകനാണ്, മരുമകനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ ചാപ്പ കുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യം, വളരെ അതിക്രൂരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നടക്കുന്നത്. അങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ ഈ ചാപ്പ കുത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ശൈലജ ടീച്ചറും ഈ ശ്രീ പി ഹരീന്ദ്രനും ശ്രീ ജയരാജൻ സഖാവും അതുപോലെ മറ്റുള്ള ആളുകളും ഇവരോടൊപ്പം തന്നെ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിൽ അടികൂടുന്നത്. അതെ, എങ്കിലും ആ പ്രസംഗത്തിൽ ചില വസ്തുതകളൊക്കെ, ചില യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ ഹരീന്ദ്രനൊരു മനസ്സുണ്ടായല്ലോ. അത് നമ്മൾ അഭിനന്ദിക്കാതെ പോരുത്, കാണാതെ പോരുത്. യെസ്.